നമസ്കാരം. കേരള PSC നടത്തിയ 10th പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. രണ്ടാമത്തെ പ്രസ്താവന, അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. മൂന്നാമത്തെ പ്രസ്താവന, അരുൾ നൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. നാലാമത്തെ പ്രസ്താവന, കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഉത്തരം ഓപ്ഷൻ ബി, 2, 3, 4 മാത്രം. അതായത് പ്രസ്താവന 2, 3, 4 എന്നിവയാണ് ശരിയായ പ്രസ്താവനകൾ. രണ്ടാമത്തെ ചോദ്യം, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, കലാപം നടന്നത് 1812 രണ്ടാമത്തെ പ്രസ്താവന, കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന, കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. നാലാമത്തെ പ്രസ്താവന, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ഉത്തരം ഓപ്ഷൻ സി, 2, 3 മാത്രം. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ തെറ്റാണ്. മൂന്നാമത്തെ ചോദ്യം, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന, സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. മൂന്നാമത്തെ പ്രസ്താവന, ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. നാലാമത്തെ പ്രസ്താവന, ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഉത്തരം എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഒന്നാമത്തേത്, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 2, 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ്. 3, 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി. 4, 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. ഉത്തരം ഓപ്ഷൻ എ, 1, 2, 4 മാത്രം. അതായത് 1, 2, 4 എന്നീ പ്രസ്താവനകളാണ് ശരിയായവ. അഞ്ചാമത്തെ ചോദ്യം, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1, 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. രണ്ടാമത്തെ പ്രസ്താവന, കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. മൂന്നാമത്തെ പ്രസ്താവന, ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നാലാമത്തെ പ്രസ്താവന, 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഉത്തരം ഓപ്ഷൻ ഡി, 1, 4 മാത്രം. അതായത് ഓപ്ഷൻ ഡി 1, 4 മാത്രം. എന്നാൽ പ്രസ്താവന 1, 4 മാത്രമാണ് ശരിയായവ. ചോദ്യം 6, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവന 1, ISRO സ്ഥാപിച്ചത് 1998 രണ്ടാമത്തെ പ്രസ്താവന, ഇതിന്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവൻ ആണ്. മൂന്നാമത്തെ പ്രസ്താവന, ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. നാലാമത്തെ പ്രസ്താവന, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ ഡി, 3, 4 മാത്രം. അതായത് പ്രസ്താവന 3, 4 മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. ഏഴാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ സമര കാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഒന്നാമത്തെ പ്രസ്താവന, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. രണ്ടാമത്തെ പ്രസ്താവന, 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന, 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. നാലാമത്തെ പ്രസ്താവന, പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലായിരുന്നു. ഉത്തരം ഓപ്ഷൻ എ, 1, 4, 3 മാത്രം. അതായത് ഓപ്ഷൻ എ 1, 2, 3 മാത്രം. പ്രസ്താവന 1, 2, 3 എന്നിവ മാത്രമാണ് ശരിയായ ഉത്തരങ്ങൾ. എട്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക.
ഒന്നാമത്തെ ജോഡി എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, രണ്ടാമത്തേത് വയലാർ അവാർഡ് അശോകൻ ചരുവിൽ, മൂന്നാമത്തേത് കേരള ജ്യോതി പുരസ്കാരം MK സാനു, നാലാമത് ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ. ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രം. അതായത് ഓപ്ഷൻ ഡി ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ എന്നത് തെറ്റായ ജോഡിയാണ്. ഒൻപതാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? 1. അതിർത്തി ഗാന്ധിയുടെ മരണം, 2. മലബാർ കലാപം, 3. ക്ഷേത്രപ്രവേശന വിളംബരം, 4. ജവഹർലാൽ നെഹ്റുവിന്റെ മരണം. ഉത്തരം ഓപ്ഷൻ എ 2, 3, 4, 1. അതായത് മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിന്റെ മരണം, അതിർത്തി ഗാന്ധിയുടെ മരണം. പത്താമത്തെ ചോദ്യം, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 KMRL ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. 4. ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേയാണിത്. ഉത്തരം ഓപ്ഷൻ സി 1, 2, 3, 4 മാത്രം. അതായത് പ്രസ്താവന 1, 2, 3 എന്നിവ മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. 11ാമത്തെ ചോദ്യം, കിബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻസ് മണിപ്പൂർ, മേഘാലയ, ത്രിപുര, നാഗാലാൻഡ്. ഉത്തരം ഓപ്ഷൻ എ മണിപ്പൂർ. കിംബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂർ സംസ്ഥാനത്താണ്. 12ാമത്തെ ചോദ്യം, നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം. ഓപ്ഷൻസ് എ അഹമ്മദാബാദ്, ബി ജയ്പൂർ, സി വഡോദര, ഡി സൂററ്റ്. ഉത്തരം ഓപ്ഷൻ എ അഹമ്മദാബാദ്. 13ാമത്തെ ചോദ്യം, ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏത്? ഓപ്ഷൻസ് എ സയ്ദ്, ബി മൺസൂൺ, സി റാബി, ഡി ഖാരിഫ്. ഉത്തരം ഓപ്ഷൻ ഡി ഖാരിഫ്. 14ാമത്തെ ചോദ്യം, അവശിഷ്ട പർവ്വതങ്ങൾക്ക് റെസിജ്വൽ പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഓപ്ഷൻ എ ആരവല്ലി, ഓപ്ഷൻ ബി സഹ്യാദ്രി, ഓപ്ഷൻ സി ഏലമല കുന്നുകൾ, ഓപ്ഷൻ ഡി നീലഗിരി കുന്നുകൾ. ഉത്തരം ഓപ്ഷൻ എ ആരവല്ലി. 15ാമത്തെ ചോദ്യം, ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിന്. ഓപ്ഷൻ എ പർവ്വത മണ്ണ് അല്ലെങ്കിൽ മൗണ്ടൻ സോയിൽ, ഓപ്ഷൻ ബി ചുവന്ന മണ്ണ് ഓർ റെഡ് സോയിൽ, ഓപ്ഷൻ സി എക്കൽ മണ്ണ് ഓർ ലാറ്ററൈറ്റ് സോയിൽ, കരിമണ്ണ് ഓർ ബ്ലാക്ക് സോയിൽ. ഉത്തരം ഓപ്ഷൻ ബി ചുമന്ന മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ. 16ാമത്തെ ചോദ്യം, ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങൾ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം, ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി കർണാടകം, ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. ഉത്തരം ഓപ്ഷൻ ബി മധ്യപ്രദേശ്. 17ാമത്തെ ചോദ്യം, കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ്. ഓപ്ഷൻ എ പീറ്റ്, ഓപ്ഷൻ ബി ലിഗ്നൈറ്റ്, ഓപ്ഷൻ സി ബിറ്റുമിനസ്, ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ്. ഉത്തരം ഓപ്ഷൻ ഡി ആന്ത്രസൈറ്റ്. 18ാമത്തെ ചോദ്യം, മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം. ഓപ്ഷൻസ് ഓപ്ഷൻ എ ജാർഖണ്ഡ്, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി തെലുങ്കാന. ഉത്തരം ഓപ്ഷൻ സി തമിഴ്നാട്. 19ാമത്തെ ചോദ്യം, മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ മിൽപ്പ, ഓപ്ഷൻ ബി മസോൾ, ഓപ്ഷൻ സി റോക്ക, ഓപ്ഷൻ ഡി ലഡാങ്. ഉത്തരം ഓപ്ഷൻ എ മിൽപ്പ. 20ാമത്തെ ചോദ്യം, ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ഓപ്ഷൻ എ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഖനന നിയന്ത്രണം, ഓപ്ഷൻ ബി പശ്ചിമഘട്ട മലനിരകളിലെ നക്ഷത്ര ആമകളുടെ സംരക്ഷണം, ഓപ്ഷൻ സി യമുന നദിയിലെ രാസമലിനീകരണം തടയൽ, ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്.